ആദ്യത്തെ വണ്ടി ഷവർലെറ്റ് യുവയാണ് വരുന്നത് 2007 മോഡൽ. 2007 മോഡൽ പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടിയാണ്. 1200 cc ആണ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. LS എന്നുള്ള വേരിയന്റ് അതിനെക്കൊണ്ട് AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ കൊടുത്തിട്ട് കാണുന്നുണ്ട്. 2027 വരെയാണ് പേപ്പർ ഉള്ളത്. ഇപ്പം 27 അടുത്ത റിന്യൂവൽ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. അപ്പം നിലവിൽ നല്ല വർക്കിംഗ്, നല്ല മെക്കാനിക്കൽ ഫിറ്റാ. ഓക്കെ, അത്യാവശ്യം ബോഡി ഷേപ്പും കാണുന്നുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ട്? ഒന്നുമില്ല. വണ്ടിക്ക് റേറ്റ് തെളിച്ചേക്കുന്നത് 45,000 രൂപയ്ക്ക് അല്ലേ? നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിൽ പുളിക്കലുള്ള കാർക്രാഡിലാണ് സൗക. അപ്പോൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് വണ്ടികൾ വിട്ടുപോയിട്ടുണ്ട്. ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് അതിനെ കൊണ്ട് പെട്ടെന്ന് എടുത്ത വീഡിയോനെ കൊണ്ട് വലിയൊരു ഫ്ലോ ഒന്നും വീഡിയോയിൽ ഉണ്ടായില്ല. ഉഷാറില്ലാത്ത ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിൽ മാക്സിമം ഉഷാറാക്കുന്നുണ്ട്. വണ്ടികളുടെ വിലയൊക്കെ എങ്ങനെ ഉഷാറാണ്? അല്ല, പെരുന്നാളായിട്ട് നമുക്ക് കുറച്ച് വണ്ടി ഇപ്പോൾ കട്ട് ചെയ്യേണ്ട വണ്ടികളുണ്ട്. ഓക്കെ, കുറച്ച് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് വണ്ടി 2014 മോഡൽ ഓൾട്ടോ LSI KL14 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് 14 ആണോ 15 ആണോ? ഇത് 2014 മോഡൽ. 14 മോഡൽ LSI ആണ്. 800 cc വരുന്ന വണ്ടി. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. റേറ്റ് എങ്ങനെ വരുന്നത്? 2014 ഓൾട്ടോ 800 LSI 65 ചോദിച്ചിരുന്ന വണ്ടിയായിരുന്നു. 1.65 റേറ്റ് വരുന്നുള്ളൂ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് വരുന്നത് കിലോമീറ്റർ 1.20 ഓടിയിട്ടുണ്ട്. 1.20 ഓടിയിട്ടുണ്ട്. ഒരു കിലോമീറ്ററിനെ കൊണ്ടുള്ള റേറ്റ് വ്യത്യാസം അല്ലേ? അതെ. വണ്ടി എങ്ങനെയുണ്ട് നിലവിൽ? ഇപ്പം നല്ല വണ്ടിയാണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 1.65 മുകളിൽ ലോൺ കയറും അല്ലേ? അതെ. ഈ പെരുന്നാളിന് മുമ്പായിട്ടുള്ള സ്കീമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1.55 കൊടുക്കാം. 1.55 1.55 ഫൈനൽ റേറ്റ് ആയിട്ട് 2014 മോഡൽ ഓൾട്ടോ 800 LSI. ഓക്കെ, അടുത്തത് വരുന്നത് ഓൾട്ടോ 800 ആണ്. പെരുന്നാളിന്റെ മുമ്പായിട്ട് വരുന്നവർക്ക് 2,65,000 ഇത് പറഞ്ഞത് ഫൈനല്. ഇത് നമുക്കൊരു 2.55 ഫൈനലാക്കി കൊടുക്കാം. 2.55 2018 മോഡൽ ഓൾട്ടോ 800 കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ്. 73,000 കിലോമീറ്റർ കൂടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഉള്ളത് ബോണറ്റ് അല്ലേ? അതെ, ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. വേറെ ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിൽ നിലവിലുള്ള വണ്ടി. 2.55 ഫുൾ ലോൺ പറയാൻ പറ്റുമോ? ഓ, ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേറെ ഇപ്പം നിലവിൽ ബോണറ്റ് റീപ്ലേസ് ചെയ്തതിനെ കൊണ്ട് വേറെ അപാകതകൾ എന്നുള്ള പറയത്തക്ക രീതിയിൽ വേറെ ഒന്നുമില്ലല്ലോ? റണ്ണിങ്ങിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. പക്ക ക്വാളിറ്റി വണ്ടി കേട്ടോ. ഓക്കെ, ആ റീപ്ലേസ് ഒന്നേ ഉള്ളൂ. ഓക്കെ, KL65 പരപ്പനങ്ങാടി അല്ലേ പുത്തനത്താണി? തിരൂരങ്ങാടി രജിസ്ട്രേഷൻ. ഒരു അങ്ങാടിയാണെന്ന് അറിയാം, ഏതോ നല്ല കൺഫ്യൂഷൻ ആയിപ്പോയി. അടുത്തത് 2015 ഓൾട്ടോ 800 ആണ്. വെറും 45 ഓടിയിട്ടുള്ളൂ. ആകെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. KL11 BB രജിസ്ട്രേഷൻ ആണ്. കോഴിക്കോട് വണ്ടി. ഓണർഷിപ്പ് എത്ര? അത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ, 2,15,000 കൊടുക്കാം നമുക്ക്. 2015 മോഡൽ, ഐ മീൻ 2015 മോഡൽ ഓൾട്ടോ 800 LSI 800 cc തന്നെ. ഫീച്ചേഴ്സിലെല്ലാം വ്യത്യാസം വരുന്നില്ല. സീറ്റ് കവർ ഒന്ന് മാറ്റി ചെയ്യാനുണ്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ലോൺ എത്ര പറയാൻ പറ്റുന്നുണ്ടാവും? 2015 ഓൾട്ടോ 800 LSI ലോൺ നമുക്ക് ഏകദേശം ഒരു 2 lakh വരെയൊക്കെ ചെയ്യാം. 2 lakh വരെ ചെയ്യാൻ പറ്റും. ഫുൾ ലോണിൽ വണ്ടി കൊടുക്കാൻ പറ്റുമോ? ഓ, ചെയ്യാം. ഓക്കെ, വണ്ടി നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ അവസ്ഥ? നല്ല വണ്ടി, മെക്കാനിക്കൽ ഗുഡാ. ഓക്കെ, വേറെ എടുക്കുന്നൊക്കെ വേറെ പണി ഒന്നുമില്ല. നല്ല വണ്ടി. അടുത്തത് 2013 വാഗനർ ഉണ്ട്, 2014 വാഗനർ ഉണ്ട്. 2 K സീരീസ് എഞ്ചിൻ, 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 14 വാഗനറിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് VXI ആണ്. സെക്കൻഡ് ഓണർ ആണ്. ഇത് സിംഗിൾ ഓണർ ആണ്. 13 VXI ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ വരുന്നത് 86 ആണ് ഇതിൽ കാണിക്കുന്നത് കിലോമീറ്റർ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ള അല്ലേ? ഇതിന് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റേറ്റ് എത്രയ്ക്കുന്നത്? 2013 വാഗണർ VXI 2,60,000 ചോദിക്കുന്നുള്ളൂ. ലോൺ എത്ര പറയാൻ പറ്റുന്നുണ്ടാവും? 2.40 വരെ ലോൺ ചെയ്യാം. 2.40 വരെ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇത് 14 മോഡൽ LXI വാഗണർ കേട്ടോ. ഓക്കെ, 14 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ അറൗണ്ട് 1 lakh ഓടിയുണ്ട്. ഓക്കെ, റീപെയിന്റ് കാണുന്നുണ്ട്, പക്ഷെ നല്ല വൃത്തി കാണുന്നുണ്ട്. റീപെയിന്റ് ആണെങ്കിൽ കൂടെ ഇത് ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. 14 മോഡൽ വാഗണർ LSIക്ക് റേറ്റ് എത്ര വയ്ക്കുന്നത്? റേറ്റ് വരുന്നത് 2.5 ലക്ഷം. കുറച്ച് കൊടുക്കും. ഓ, ഫുൾ ലോൺ നമ്മൾ ക്യാഷ് ബാക്ക് ഒന്നും പറയാൻ പറ്റില്ല. 14 മോഡൽ അതിനെ കൊണ്ട് നോക്കിയിട്ട് പ്രൊഫൈൽ അനുസരിച്ച് ക്യാഷ് ബാക്ക് കൊടുക്കാൻ പറ്റുന്ന കസ്റ്റമർ ആണെങ്കിൽ കൊടുക്കാം. ഓക്കെ, KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ അല്ലേ? അതെ, അതെ. സൈബ് അടുത്തത് 2012 മോഡൽ സ്കോഡ റാപ്പിഡ് ആണ് വരുന്നത്. ഡീസലാണ്. വേരിയന്റ് ഏതാ? അത് വേരിയന്റ് വരുന്നത് ആംബിയന്റ് ആണ്.
ആംബിയന്റ് TD എഞ്ചിൻ്റെ അകത്ത് ഏകദേശം 18-ന് മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഷേപ്പ് ആണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ പറയാത്ത രീതിയിൽ? ഇല്ല റീപ്ലേസ് ഒന്നുമില്ല. 2012 മോഡൽ റാപ്പിഡ് അല്ലേ? അതെ. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ടോ? അതേപോലെ തന്നെ 4 വിൻഡോസ് AC പവർ സ്റ്റിയറിംഗ് ആണ് ഫീച്ചർ ആയിട്ട് വരിക. നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ വരുന്നത് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ മേജർ സർവീസ് എടുക്കുന്ന ആൾക്ക് എടുക്കേണ്ടി വരുമോ? കഴിഞ്ഞതായിരിക്കും. നമുക്ക് ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ. എത്ര ചോദിക്കുന്നത് 2012 സ്കോഡ റാപ്പിഡ് ആംബിയന്റ് ഡീസലിന്? 2,40,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് ലോണൊക്കെ എത്ര അറിയാം? ഫുൾ ലോണൊക്കെ വരാൻ പറ്റുമോ? ഇത് സ്കോഡന്റെ ആയിരിക്കുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ പറയാൻ കഴിയും. സ്കോഡ മോഡൽ നിലവിലുള്ളതാണ്. പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ കയറ്റി കൊടുക്കാം. ഓക്കെ. ടിയാഗോ ആണ്. ഡീസൽ എങ്ങനെ? 2018 മുതൽ XE ആണ് വരുന്നത്. ഡീസൽ ആണ് വരുന്നത്. ഓക്കെ. SE എന്നുള്ളത് ബേസ് ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. അറൗണ്ട് 1,00,000 ഓടിയ വണ്ടി. ഓക്കെ. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? കമ്പനി ഹിസ്റ്ററി ഉണ്ട്. പക്കാ ഹിസ്റ്ററി ഉള്ള വണ്ടി. കമ്പനി ഹിസ്റ്ററി, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ സെക്കൻഡ്? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. വണ്ടിക്ക് റേറ്റ് എത്ര വരുന്നത്? 3,20 തന്നെ ഇട്ടിന്ന് 10 രൂപ കുറച്ചിട്ട് ചെയ്യാം നമുക്ക്. കഴിഞ്ഞ മേള 3,40 ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എത്ര? 3,10 ആയിട്ടുള്ളത്? 3,10 ആയിട്ടുണ്ട്. ലോണൊക്കെ എത്ര? ഫുൾ ലോൺ പറയാൻ പറ്റില്ലേ? അതെ. 2 വണ്ടി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. വൈറ്റും ഉണ്ട് ഇതില്. 2 ടിയാഗോ ഉണ്ട്. 2 ഫുൾ ലോൺ തന്നെയാ? ഒന്ന് 19 ആണ്, ഒന്ന് 18 ആണ്. ഓക്കെ. ഏകദേശം രണ്ടും ഒരേ റൈറ്റിൽ കൊടുക്കാം. ഓക്കെ. അടുത്തത് റിച്ച് ZXi. ZXi വരുന്നത് 2014 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ABS-ഉം അതേപോലെ തന്നെ LOS, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, എയർ ബാഗ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. പ്രീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2014 മോഡൽ റിച്ച് ZXi. കിലോമീറ്റർ കാണുന്നത് 70,000 ആണ്. ജെന്യൂൻ ആണോ എന്ന് അറിയോ? ചെക്ക് ചെയ്യാം. ഹിസ്റ്ററി മാരുതിന്റെ ഹിസ്റ്ററി പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നതല്ലേ. ഓക്കെ. 2014 ZXi റീവണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എത്ര? 2,90 ചോദിക്കുന്നുള്ളൂ. കുറച്ച് 2,90 ആയിരുന്നു. 10 റുപ്യ അപ്പം ഈദ് ഓഫറിൽ റേറ്റ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2,80 ആയിട്ടുണ്ട്. ഇനി കുറച്ച് കൊടുക്കാൻ പറ്റുമോ? വന്നോട്ടെ, കസ്റ്റമർ വന്നിട്ട് ചെയ്ത് കൊടുക്കാം. ശരി. 2014 മോഡൽ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന സ്വിഫ്റ്റിന്റെ ഡീസൽ മൾട്ടിസെറ്റ് എഞ്ചിൻ വരുന്ന വണ്ടി ഉണ്ട്. 14 മോഡലാണ്. 14 സോറി. റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് 3,400 കൊടുക്കാം. 3,25 2014 മോഡൽ സ്വിഫ്റ്റ് LDA ഉണ്ടാവും. ലോൺ എത്ര പറയാൻ പറ്റുന്നുണ്ടാവും? ലോണൊക്കെ അത് ഫുള്ള് ചെയ്യാം നമുക്ക്. ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ? കിലോമീറ്റർ 1ന്റെ പുറത്ത് ഓടിയിട്ടുണ്ട്. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താ? നല്ല മെക്കാനിക്കൽ ഗുഡാണ്. നമുക്ക് ഫുൾ ചെക്ക് ചെയ്താണ്. ഓക്കെ. കമ്പനിയിൽ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. വർക്ക്ഷോപ്പിൽ ഓതറൈസ് വർക്ക്ഷോപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ. നല്ല വണ്ടി, ക്വാളിറ്റി ഉണ്ട് വണ്ടി കേട്ടോ. അതേമാതിരി അത്യാവശ്യം വൃത്തിയുണ്ട്. അടുത്ത സ്വിഫ്റ്റോ? 3,75 ചോദിക്കുന്ന വണ്ടിയാണ്. 3,65 കൊടുക്കാം. 2014 മോഡൽ VDI അല്ലേ? അതെ, VDI. കിലോമീറ്റർ 1,35 ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ അതെ. VDI എന്ന് പറയുന്നത് 4 പവർ വിൻഡോ ആയിരിക്കും വരുന്നുണ്ടാവും. ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ തന്നെ 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. ഇതിന് റേറ്റ് 3,65. അതെ അതെ, 3,65. 3,65 വണ്ടിക്ക് റേറ്റ് നിലവിൽ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ലോൺ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ലോൺ ഒരു 3.5 ഒക്കെ ചെയ്യാം. 3,4 എങ്ങനെയാലും കൺഫേം. 3,3.5 റേഞ്ച് ലോൺ കിട്ടുന്നുണ്ടാവും. ഓരോ വണ്ടിക്ക് തട്ടി പോകുന്ന നേരം വീഡിയോയിലേക്ക് വരുന്ന നേരം നല്ല ഇളക്കം ഉണ്ടാവും. ക്യാമറമാന് നല്ല ഇളക്കാൻ പറ്റുന്നുണ്ട് തട്ടിയിട്ട്. വണ്ടി കുറവുള്ളതിനെ കൊണ്ട് എപ്പോഴും ഞാൻ അതിൻ്റെ നടുവ് നിന്ന് കഴിഞ്ഞാൽ വണ്ടി കാണില്ല നമ്മൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ 2014-15 എറ്റിയോസ് GD ആണ് വരുന്നത്. എങ്ങനെ ഡീറ്റെയിൽ? വണ്ടി നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ലൈഫ് ടാക്സ് അടച്ച വണ്ടിയാണ്. അതെ അതെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെന്തായിരുന്നുള്ളത്? വണ്ടി ടാക്സിയിലാണ്. എന്തെങ്കിലും ജീവിതമാർഗമൊക്കെ ആയിട്ട് ടാക്സി ഓടിക്കുന്നവർക്ക് ഒരു ജീവിതം കൊടുക്കാൻ പറ്റുന്ന വണ്ടി. അതെ അതെ. 4 ലാക്ക് ചോദിച്ചിരുന്ന വണ്ടിയായിരുന്നു. ഓക്കെ. നിലവിൽ ലോക്ക്ഡൌൺ. അതെ. പെരുന്നാളിന്റെ മുമ്പായിട്ട് വരുന്ന കസ്റ്റമർക്കാണെങ്കിൽ നമുക്കൊരു 3,400 കൊടുക്കാം. എറ്റിയോസ് GD എന്നുള്ള വേരിയന്റ് ആണ്. GD എന്നുള്ള വേരിയന്റിലേക്ക് വരുന്ന നേരം 3,400 കൊടുക്കാം. AC പോർഷൻ 4 പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. അത് ഓക്കെ അല്ലേ? എറ്റിയോസിനൊപ്പം നമ്മൾ മുന്നേ പറഞ്ഞ തന്നെ ഫുൾ ലോൺ ചെയ്യാം. ടാക്സി തന്നെ ഫുൾ ലോൺ കിട്ടും. 3,400 ചെയ്താ. അടുത്തത് ഇത് വരുന്നത് ഇതിന് പ്രൈവറ്റ് കൊടുക്കാനും പറ്റൂലേ? പ്രൈവറ്റ് വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. കേരള വണ്ടിയാണ്, റീ വണ്ടി അല്ല. എറ്റിയോസ് അല്ല എർട്ടിക കഴിഞ്ഞ പ്രാവശ്യം വില കൂടുതലാന്ന് പറഞ്ഞ വണ്ടിയാണ്. കുറച്ച് കൊടുക്കുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം 5,65 5,75 റേഞ്ച് ചോദിച്ചിട്ടുണ്ട്. അതെ, ഇത് 5,35 ഇപ്പൊ ഇട്ടത്. ഓക്കെ. ഡീറ്റെയിൽ വരികയാണെങ്കിൽ 2015 മോഡൽ എർട്ടിക VDI 66,000 സിംഗിൾ ഓണർ വണ്ടി.
ആ ജെനുവിൻ കിലോമീറ്റർ അതിനെ കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് റേറ്റ് കൂടിയെന്നുള്ളത്. ഇനി റേറ്റ് കുറച്ചിട്ടുണ്ടല്ലോ, 5.35 ഇപ്പോൾ റേറ്റ് കുറച്ചിട്ടുണ്ട്. DDS എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. ഡീസലാണ്, വീഡിയോ ഓപ്ഷൻ, 2014 മോഡല്, ABS വരുന്ന വണ്ടിയല്ലേ ഇത്. ഫീച്ചർ സൈഡിലേക്ക് വരികയാണെങ്കിൽ റൂഫ് AC അതേപോലെ തന്നെ AC 4 4 4 വിൻഡോസ് ഇൻബിൽറ്റ് സ്റ്റീരിയോ ആയിരിക്കും ഫീച്ചറായിട്ട് മെയിനായിട്ട് വരുന്നുണ്ടാവുക. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നു? 2015 4.25 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 4.25 റേഞ്ച് ലോൺ ചെയ്യാം. കിലോമീറ്റർ അധികം ഓടാത്ത വണ്ടി നോക്കുന്നവർക്ക് 66,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സാധാരണ എർട്ടിക എന്തായാലും 1 ലക്ഷത്തിന് പുറത്താണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്, ചെക്ക് ചെയ്ത് തന്നെ. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ക്ലീൻ പീസ് ആണ്. അടിപൊളി വണ്ടി. KL10 മലപ്പുറം രജിസ്ട്രേഷൻ. വെർണയാണ് വരുന്നത്, SX ആണ് വരുന്നത്. വെർണ SX പെട്രോൾ ആണോ ഡീസലാണോ? ഡീസൽ വരുന്നുണ്ട്. KL07 കൊച്ചി രജിസ്ട്രേഷൻ ആണ്. SX ആണോ SX ഓപ്ഷൻ ആണോ? അത് SX ആണ് വരുന്നത്. SX ആണ്, കീലെസ് എൻട്രി അല്ല, പക്ഷേ SX എന്നുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് വരുന്ന വേരിയന്റ് 13 കേട്ടോ. 2013 മോഡൽ അല്ലേ? ഓണർഷിപ്പ് എത്രയത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കട്ടോ. റീപ്ലേസ് DC ആണ്, ഫ്രണ്ട് റീപ്ലേസ് ഒന്നും കാണില്ല. ഓക്കെ, CRD എഞ്ചിനാണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 6 സ്പീഡ് ട്രാൻസ്മിഷൻ്റെ അകത്ത് വണ്ടിക്ക് ഏകദേശം മൈലേജ് എത്ര കിട്ടുന്നുണ്ടാവും? 18-20 17 റേഞ്ചിൽ കിട്ടുന്നുണ്ടാവും. പറഞ്ഞ 2013 ഡീസൽ റേറ്റ് എത്ര വരുന്നത്? റേറ്റ് വരുന്നത് 3.90 ചോദിക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് കൊടുക്കാം. 3.60 റേഞ്ച് ലോൺ കയറുന്നതാണ്. കിലോമീറ്റർ 1.5 ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ? അടുത്ത് LXI വേരിയന്റ് വരുന്നത് 2010 മോഡല് പെട്രോൾ വരുന്ന വണ്ടി കേട്ടോ. കോപ്പർ റെഡ് എന്നുള്ള കളറാണ്. സ്വിഫ്റ്റിലൊക്കെ നമ്മൾ മുന്നേ കാണുന്ന കളറാണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ZNSലാണ് വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടി, അടിപൊളി വണ്ടിയാ. K സീരീസ് എഞ്ചിനാണ് വരിക. നമ്മൾ വാഗണാറിലൊക്കെ വരുന്ന വാഗണാറിനൊക്കെ ഏകദേശം ഷേപ്പ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 77 ഓടിയേ ഉള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ലോൺ കിട്ടുന്നുണ്ടോ? 2010 മോഡൽ ZNS ലോൺ പ്രൈവറ്റ് ലോൺ ചെയ്യാം, നമുക്ക് പ്രൈവറ്റ് ലോൺ ചെയ്യാൻ പറ്റും. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? K സീരീസ് വരുന്ന വണ്ടി കേട്ടോ. റേറ്റ് എത്ര വരുന്ന വണ്ടിക്ക്? ഇത് വരുന്നത് 1.60 ചോദിക്കുന്നുള്ളൂ, നമുക്ക് കുറച്ച് തന്നെ കൊടുക്കാം. കുറച്ച് കൊടുക്കാം. ലോൺ എത്ര പറയാൻ പറ്റും? 1.25 ലോൺ കിട്ടുമോ? ഒരു 1 lakh ഉറപ്പ് ചെയ്യാം. ബജാജ് പെട്രോൾ ആണോ ഡീസൽ ആണോ? 2015 ഡീസൽ വണ്ടിയാണ്. കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി കേട്ടോ. KL11 BA കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. V ആണോ VX ആണോ? അത് ഇത് വരുന്നത് V ആണ് വരുന്നത്. V വേരിയന്റിലേക്ക് വരുന്നേരം ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ബാക്ക് സെൻസേഴ്സ് വരുന്നില്ല. പക്ഷേ കമ്പനി LOIs വരുന്നുണ്ടും. പിന്നെ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇങ്ങനെയുള്ള ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും VX ഒട്ടായത്തുള്ള VX ഉണ്ട് അല്ലേ? അപ്പൊ VX ബാക്ക് സെൻസേഴ്സ് വരേണ്ടതാണല്ലോ. പോട്ടെ, എന്തായാലും അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അടിപൊളി വണ്ടി കേട്ടോ. റേറ്റ് എത്രയ്ക്കുന്ന 2015 ജാസ് VX? ഇത് 5,20,000 ചോദിക്കുന്നുള്ളൂ, അത് മാക്സിമം കുറച്ചിട്ട് ചെയ്യാം. 20, 22, 23, 24, 25, 4.25 ലക്ഷം രൂപ ലോണും ചെയ്യാം. മൈലേജ് കിട്ടുന്ന വണ്ടി 4.25 റേഞ്ചിൽ ലോൺ ചെയ്യാൻ പറ്റും. വണ്ടിക്ക് റേറ്റ് 5.20 ചോദിക്കുന്നുള്ളൂ, കൊടുക്കാം. 2020-21 മോഡല് ഓട്ടോമാറ്റിക് വരുന്ന നെക്സോൺ ആണ് കേട്ടോ. ഇത് വേരിയന്റ് ഏതാ? ഇത് XZ പ്ലസ് എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. അതെ, AMT ആയിരിക്കും ഗിയർ വരുന്നുണ്ടാവുക. ഐ മീൻ ഗിയർ ബോക്സ് AMT ആണ്. 52,000 ഓടിയുള്ളൂ. ആകെ 5.2 ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസൽ? അത് പെട്രോൾ ഡീസലാണ് എഴുതിയ. 1.5 ലിറ്റർ. രണ്ടു തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. ഒന്നാമത് മൈലേജിന്റെ അകത്ത്, വേറൊന്ന് പെർഫോമൻസിന്റെ അകത്ത്. ഡീസലിനാവുന്നേരം മൈലേജ് ഒരു 18 റേഞ്ചിലൊക്കെ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ടാവും. പെട്രോൾ അന്നേരം 13 കിട്ടുള്ളൂ. ഭാഗ്യവശാൽ ഇത് ഡീസലാണ്. ഡീസൽ അതിനെ കൊണ്ട് 18 മൈലേജ് കിട്ടുന്നുണ്ടാവും. സിംഗിൾ ഓണർഷിപ്പാണ്. 52,000 കിലോമീറ്റർ കാണുന്നുണ്ട്. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 9 ലക്ഷം രൂപ ചോദിക്കുന്നത്. 9 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. 2020-21 മോഡല് വണ്ടി. ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഇതിന് 14 പുറത്ത് 15 ഒക്കെ ഉണ്ടാവും. ഫുൾ ഓപ്ഷൻ അല്ലേ? സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയല്ലേ? കിയന്റെ സെൽറ്റോസ് ആണ് വരുന്നത്. 2020 മോഡലാണ് വരുന്നത്. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ടോപ്പ് എൻഡ് പേര് GT ലൈൻ ആണ് വരുന്നത് കേട്ടോ. GT ലൈൻ എന്നുള്ള ഫുൾ ഓപ്ഷനാ. GT ലൈന് മുകളിൽ വേറെ വേരിയന്റ് വരുന്നില്ല? ഇല്ല, ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. ഇത് പോളിഷ് ചെയ്താണോ സെറാമിക് ചെയ്താണോ? ഇത് സെറാമിക് ചെയ്തിട്ടുണ്ട്. സെറാമിക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വഴുക്കുണ്ട്. ഐ മീൻ ഭയങ്കര ഷൈനിങ് ഉണ്ട്. എക്സ്ട്രാ വെന്റിലേറ്റർ സീറ്റ് ഒക്കെ വരുന്നുണ്ട്. KL11 VT രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ?
സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി, ആ. കമ്പനി സർവീസ് ആണ് വരുന്നത്. സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റ്സ്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് AC, ഇങ്ങനെയുള്ള ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. അതെ, ഇതിൽ കീലെസ് എൻട്രി അല്ലേ വരിക? അതെ അതെ. 1,10,000 കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സർവീസ്. എത്ര GT ലൈൻ ഇതിന് ചോദിക്കുന്നത്, സെൽറ്റോസിന് ചോദിക്കുന്നത്? 575 കിട്ടുന്ന റേറ്റ്. നമുക്ക് മാക്സിമം കുറച്ചിട്ട് ചെയ്യാം. മാക്സിമം കുറച്ച് കൊടുക്കുന്നല്ലേ? എത്ര ലോണൊക്കെ പറയാൻ പറ്റും? 14, 14 വരെയൊക്കെ ലോൺ കിട്ടും. ചെയ്യാം. അത്യാവശ്യം പ്രൊഫൈൽ ഉണ്ട് അവിടെ മാത്രം. ഓക്കെ. മൈലേജ് എത്ര വരാൻ പറ്റും? മൈലേജ് നമുക്ക് ഏകദേശം 14-15 കിലോമീറ്റർ അങ്ങനെ. ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടും കൺഫേം ആയിട്ട്. നമ്മളൊന്ന് വീഡിയോ നമ്മുടെ റാപ്പ് ചെയ്യണം. വീഡിയോ കാണിച്ചിട്ട് വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്ന മറ്റൊരു വീഡിയോ കാണുമ്പോൾ